നമസ്കാരം, ഞാൻ ഡോക്ടർ രമാകൃഷ്ണകുമാർ. നെഞ്ചെരിച്ചിൽ, പുളിച്ചുതകട്ടൽ ഇവ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പരാതികളാണ്. ഇവയെ ശാസ്ത്രീയമായി ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ GERD എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്? നെഞ്ഞിൽ ഒരു ഭാരം കയറ്റി വെച്ച മാതിരി നെഞ്ചെരിച്ചിൽ, പുളിച്ചുതകട്ടൽ, തൊണ്ടയിൽ കുത്തുന്ന പോലെയുള്ള ഒരു ഫീലിംഗ്, തൊണ്ട ഫ്രീക്വൻ്റ് ആയി ക്ലിയർ ചെയ്യുക, മുട്ടിയുള്ള ചുമ, ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഈ നെഞ്ഞിലെ അസഹ്യമായ വേദന ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുകൂടെ നമുക്കൊരു സംശയം തോന്നിയേക്കാം. GERDനെ നമുക്ക് എങ്ങനെ നേരിടാം? കുറച്ച് ടിപ്സ് നോക്കാം. സ്മോൾ ഫ്രീക്വന്റ് മീൽസ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. രാത്രി കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം കഴിക്കണം. പുകവലിയും മദ്യപാനവും വർജിക്കണം. അമിതഭാരം കുറയ്ക്കണം. എന്തൊക്കെ കഴിക്കാം? പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, തൈര് എന്നിവ, അധികം പുളിപ്പില്ലാത്ത തൈരൊക്കെ കഴിക്കാം. ചായ, കാപ്പി, ചോക്ലേറ്റ്, പെപ്പർമിന്റ്, കോളാസ്, ഫ്രൈഡ് ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക. തലഭാഗം കുറച്ച് പൊന്തിച്ചു വെച്ച് നമുക്ക് കിടക്കുകയാണെങ്കിൽ റിഫ്ലക്സ് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇതൊക്കെ ആയിട്ടും കുറഞ്ഞില്ലെങ്കിൽ എന്തായാലും ഒരു വിദഗ്ധയോ സമീപിക്കണം. എന്നാൽ ഈസോഫാഗൈറ്റിസ്, ബാരക്സ് ഈസോഫാഗസ് എന്നിവ കൂടുതലായി ഈ റിഫ്ലക്സ് കൂടി ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ വിരളമായി അന്നനാളത്തിന്റെ ക്യാൻസർ, ഈസോഫാഗോ ഗ്യാസ്ട്രിക് ജംഗ്ഷനിലെ ക്യാൻസർ വരെ വന്നേക്കാം. സമയാസമയമായ എൻഡോസ്കോപ്പി ടെസ്റ്റുകളും മരുന്നുകളും കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കുറയ്ക്കാൻ കഴിയും. ആരോഗ്യ പരിപാലനത്തിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നന്ദി, നമസ്കാരം.